നമ്മളിൽ പലരും സമയമില്ല എന്ന് പറയുന്നവരാണ്. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ് ഉള്ളത്. ചിലവർക്കോ സമയം പോകുന്നില്ല, അങ്ങനെയും പറഞ്ഞു നടക്കുന്നവരുണ്ട്. അങ്ങനെ തന്നെയല്ലേ? സമയത്തിൻ്റെ വാല്യൂ അറിയാത്തവരും സമയത്തിനെ കുറിച്ച് ചിന്തിക്കാത്തവരും സമയം തികയാത്തവരും പലതായിട്ട് ജനങ്ങൾ പല രൂപത്തിലാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിലും നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ ധീരമായി നേരിടുന്നവർ വളരെ കുറച്ച് മാത്രമാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ചെറിയ കഥയിലേക്ക് പോയാലോ? ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ ആരും അധികം ചെല്ലാത്ത ഒരു പഴയ കൊട്ടാരം ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു രഹസ്യ വായനശാല, ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെയുള്ള പുസ്തകങ്ങൾ വായുവിൽ തൂങ്ങി നിൽക്കുന്നതായിരുന്നു. ആ വായനശാലയുടെ നടുവിൽ വായുവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വിചിത്രമായ മണൽ ഘടികാരമുണ്ടായിരുന്നു. അതിനുള്ളിലെ മണൽത്തരികൾക്ക് നീല നിറമായിരുന്നു. അവ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങിക്കൊണ്ടേയിരുന്നു. സാധാരണ ഘടികാരങ്ങൾ സമയത്തെ കാണിക്കുമ്പോൾ ഈ ഘടികാരം സമയത്തെ നിയന്ത്രിക്കുന്നതായിരുന്നു. ഒരു ദിവസം അലക്സ് എന്ന ധീരനായ ഒരു യുവാവ് ഈ കൊട്ടാരത്തിലെത്തി. വായുവിൽ ഒഴുകുന്ന ആ മണൽ കൊട്ടാരം കണ്ട അവൻ അതിശയിച്ചു പോയി. അവൻ അതിനടുത്തേക്ക് നടന്നുപോയി. വായുവിൽ ഒഴുകുന്ന ഈ കൊട്ടാരം കണ്ട അലക്സ് അത്ഭുതപ്പെട്ടുപോയി. അവൻ അതിനടുത്തേക്ക് നടന്നു. കൃത്യസമയത്ത് ഘടികാരത്തിലെ അവസാനത്തെ 3 നീല മണൽത്തരികൾ മാത്രമാണ് മുകളിൽ ബാക്കിയുണ്ടായിരുന്നത്. പെട്ടെന്ന് വായനശാലയിൽ ഒരു അശരീരി മുഴങ്ങി. അലക്സ്, നിർത്തൂ, അതിൽ തുടരരുത്. ആ മുകളിൽ കാണുന്ന 3 മണൽത്തരികളാണ് പ്രപഞ്ചത്തിന്റെ ആയുസ്. അത് താഴേക്ക് വീണാൽ നിശ്ചലമാകും, സമയം എന്നേക്കുമായി അവസാനിക്കും. അലക്സ് പെട്ടെന്ന് ഭയന്നുപോയി. അവൻ നോക്കി നിൽക്കെ 1-ാമത്തെ മണൽത്തരി താഴേക്ക് വീണു. പെട്ടെന്ന് കോട്ടയ്ക്ക് പുറത്ത് വീശിയടിച്ചിരുന്ന കാറ്റ് അതുപോലെ നിശ്ചലമായി. 2-ാമത്തെ മണൽത്തരിയും താഴേക്ക് വീണു. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് പ്രതിമകളെപ്പോലെ അനക്കമില്ലാതെയായി മാറി. ഇനി ഒരേ ഒരു മണൽത്തരി മാത്രം, അത് താഴേക്ക് വീണാൽ പ്രപഞ്ചം തന്നെ ഇല്ലാതാകും. അലക്സ് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. അവൻ തൻ്റെ സർവശക്തിയും ഉപയോഗിച്ചു വായുവിലൊഴുകി നടക്കുന്ന ആ ഘടികാരത്തെ കൈകളിൽ പിടിച്ചു നിർത്തി. അതിനെ തലകീഴായി മറിച്ചു. ഒരു മാന്ത്രിക വെളിച്ചം പ്രപഞ്ചമാകെ പടർന്നു. നിശ്ചലമായ കാറ്റ് വീണ്ടും വീശാൻ തുടങ്ങി. ജീവജാലങ്ങൾക്ക് ജീവൻ തിരിച്ചു. അലക്സിന്റെ ഈ ബുദ്ധിപരമായ പ്രവർത്തനം പ്രപഞ്ചത്തെയുടെ സമയത്തെയും വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചു. അവൻ ആ സമയത്തിന്റെ കാവൽക്കാരനായി മാറി. വിചിത്രമായ ഈ കഥ കേട്ടില്ലേ നിങ്ങൾ? ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല. എന്നാൽ പ്രതിസന്ധികളിൽ ഭയപ്പെടാതെ കൃത്യസമയത്ത് ബുദ്ധിപൂർവം പ്രവർത്തിക്കാൻ ഏത് വലിയ ദുരന്തത്തെയും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും. വിചിത്രമായ കഥകൾക്കും മനസ്സിനെ തൊട്ടുണർത്തുന്ന കോട്ടുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എന്നെ പ്രചോദിപ്പിക്കും. തീർച്ചയാണ്. നന്ദി, നമസ്കാരം.